ചിക്കൻ ബർഗറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ രുചിയോട് കൂടിയിട്ട് നമുക്ക് ചിക്കൻ ബർഗർ വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതും നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ബർഗർ പാറ്റീസ് നന്നായിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബ്രെഡ് ക്രംസൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ബർഗർ പാറ്റീസ് നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ടേസ്റ്റി ചിക്കൻ ബർഗർ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു കഷ്ണം ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ബ്രെഡിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലിൽ ബ്രെഡ് നന്നായിട്ടൊന്ന് കുതിർത്ത് വെക്കണം. ബ്രെഡ് ഇതുപോലെ പാലിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 5-10 മിനിറ്റ് ഇതുപോലെ വെച്ചിരിക്കാം. അപ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. ഞാനിവിടെ 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളം മുഴുവൻ തുടച്ച് കളയണം. ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ പേപ്പറോ മറ്റോ വെച്ചിട്ട് വെള്ളം മുഴുവൻ തുടച്ച് കളയാം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഈ ചിക്കൻ നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ പൊടിക്കുന്ന ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചിക്കനിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ഞാൻ ചേർത്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റോ അല്ലെങ്കിൽ ഗാർലിക് കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ബ്രെഡാണ്. ബ്രെഡ് ഇപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയും ചിക്കൻ വെച്ചിട്ട് ഞാനിവിടെ 4 ബർഗർ പാറ്റീസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 4 ഒരേ സൈസിലുള്ള ഉരുളകളാക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുത്താൽ മതിയാവും. 4 ഈക്വൽ സൈസിലുള്ള ഉരുളകളാക്കി എടുത്താൽ മതിയാവും. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കയ്യിലൊരല്പം എണ്ണ തടവുക. എന്നിട്ട് ഈ ചിക്കനിൽ നിന്നും 4-1 ഭാഗം എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അധികം നേരിയതായിട്ടല്ല, കുറച്ച് തടിയുള്ള പാറ്റീസാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി സൈഡൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം. കൂടുതൽ നേരിയതായിട്ട് പരത്തണ്ട, അപ്പോൾ നമുക്ക് ബർഗർ കഴിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചൊരു തടിയോട് കൂടിയിട്ട് പരത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഈ ബർഗർ പാറ്റി ഇവിടെ വെച്ച് കൊടുക്കാം. ഇതേപോലെ 4 ബർഗർ പാറ്റീസും നമുക്ക് കൈവെള്ളയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഈ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റേത് സൈസ് ചിലതൊക്കെ ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ഈക്വൽ സൈസ് ബോൾസ് ആദ്യം തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരേപോലെ കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ പാറ്റീസ്, അതായത് ബർഗർ പാറ്റീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കൂടുതൽ തണുക്കാനൊന്നും നിൽക്കണ്ട, കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂട് കുറയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസും ഇവിടെ ഒരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബർഗർ പാറ്റി ഓരോന്നായിട്ട് എടുത്ത് ആദ്യം മുട്ടയിലും പിന്നീട് ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസ് ഈ ബർഗർ പാറ്റിയിൽ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ ബർഗർ പാറ്റീസും റെഡിയാക്കി എടുക്കാം.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഈ ബർഗർ പാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. കൂടുതൽ സമയം വേവാൻ നിൽക്കണ്ട, ഇത് ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മാത്രം മതിയാവും. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. അപ്പോൾ നമ്മളിത് പുറത്തേക്ക് എടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ചീസ് സ്ലൈസ്, അതായത് നമ്മൾ ചീസ് സ്ലൈസ് ബർഗറിൽ വെക്കുന്നുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ബർഗറിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ ഈ ചീസിൻ്റെ തണുപ്പും ഒന്ന് മാറിക്കിട്ടും. ഈ ബർഗർ പാറ്റിയുടെ മുകളിൽ ഇതിങ്ങനെ മെൽറ്റായിട്ട് ഒട്ടി നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ബർഗർ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് വെച്ച് കൊടുക്കാൻ ഈസിയാണ്. ഈ ചീസ് സ്ലിപ്പായി പോകുന്നില്ല, മാത്രമല്ല അതിൻ്റെ തണുപ്പ് നല്ലോണം ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ മുകളിൽ, ബർഗറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് വരെ വെച്ചതിന് ശേഷം ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചീനച്ചട്ടിയിൽ എണ്ണ കുറേ ഒഴിക്കരുത്. കാരണം ബർഗറിൻ്റെ ഒരു ഭാഗം പുറത്തേക്ക്, എണ്ണയുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് ചീസ് വെക്കാൻ കഴിയുള്ളൂ. എണ്ണയിൽ മുങ്ങിക്കെടുക്കുകയാണെങ്കിൽ ചീസ് ആ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മെൽറ്റായിട്ട് പൊട്ടിപ്പോവാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബർഗറിൻ്റെ മുകൾ ഭാഗം എണ്ണയുടെ പുറത്തേക്ക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബർഗറിന് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 കപ്പ് വരെ ഗാർലിക് സോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷവർമക്കൊക്കെ ഉണ്ടാക്കുന്ന ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതിയാവും. ഞാനിപ്പോൾ ഇന്ന് 2 മുട്ടയ്ക്കാണ് ഈ ഗാർലിക് സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേസിൽ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ചേർത്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ ഇതിലേക്കൊരു 1 ടീസ്പൂൺ വരെ ഒലീവ് ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിലിന് പകരം ഒരല്പം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബർഗറിന് വേണ്ടിയിട്ടുള്ള സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയുള്ളൊരു സോസാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. പിന്നെ നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബർഗർ ബൺ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കിന്ന് കിട്ടിയത് ചെറിയ ബണ്ണാണ്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് താഴത്തെ ഭാഗത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സോസ് വെച്ച് കൊടുക്കാം. സോസ് നല്ലോണം വെച്ച് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ നല്ലോണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു കുക്കുംബർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി, ലെറ്റൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കുക്കുംബറും ഒരു സവാള വട്ടത്തിൽ കട്ട് ചെയ്തതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാബേജിൻ്റെ ഇലയാണ് വെച്ച് കൊടുക്കുന്നത്. ലെറ്റൂസ് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ക്യാബേജ് വെച്ചിരിക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലെറ്റൂസൊന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും കിട്ടാനില്ല. അപ്പോൾ ഈ ക്യാബേജിൻ്റെ ഇല ഞാൻ നല്ല തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് സമയം മുക്കി വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച ബർഗർ പാറ്റി വെച്ച് കൊടുക്കാം. ചീസോട് കൂടിയിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ മാറ്റി വെച്ച ഈ ബർഗർ ബണ്ണിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും കുറച്ച് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിലുള്ള ബർഗർ പാറ്റി അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.